ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്നും വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ 1 കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല പൗഡർ കേട്ടോ. പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 വലിയ സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് വരട്ടെ. നമുക്ക് ഇനി ഇതിന് വേണ്ട അരി ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി ക്ലാസിക് റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കാം. സോക്ക് ചെയ്യാനൊന്നും വെക്കേണ്ട, കഴുകിയെടുത്താൽ മാത്രം മതി. ഈ കപ്പ് കൊണ്ട് 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന അളവിൽ 3/4 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തക്കാളിയാണ്, ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മല്ലിയില ഉണ്ടാവും, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി തക്കാളിക്ക് ഒന്നൊരു സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്യുക. വേവിക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയ മസാലയൊക്കെ ചിക്കനിലേക്ക് മൊത്തം ആവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള 3/4 കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് 2-3 കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം, ഒരു 3-4 കരയാമ്പൂ ചേർത്ത് കൊടുക്കാം, ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം, കുറച്ച് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരി കുതിർത്ത അരിയൊന്നും അല്ല, കഴുകി വാരിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ബിരിയാണി വയ്ക്കുമ്പോൾ പൈനാപ്പിൾ എസൻസ് കുറച്ച് ചേർക്കും, കാരണം അപ്പോഴാണ് ശരിക്ക് ആ ബിരിയാണിയുടെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരിയൊന്നും ഇളക്കുകയൊന്നും വേണ്ട, അതേപടി തന്നെ അങ്ങ് വെച്ച് മൂടി വെച്ചിട്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി, കൂടുതൽ അടിക്കരുത്. ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് വെയിറ്റ് വീണ ഉടനെ തന്നെ നമ്മൾ കുക്കർ തുറന്ന് റൈസ് പാത്രത്തിൽ നിന്ന് മാറ്റുകയും വേണം, അതല്ലെങ്കിൽ വേവിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുക്കർ വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. പെർഫെക്റ്റ് ബിരിയാണി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വേവ് കൂടുതലായിട്ടൊന്നുമില്ല, കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ചോറിന് മുട്ടാത്ത രീതിയിലാണ് നമുക്ക് റൈസിൻ്റെ വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇതേ അളവിൽ കറക്റ്റ് അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല പൂ പോലെയുള്ള റൈസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കാം. അരി കുതിർത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യരുത്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വന്നേക്കാം. കറക്റ്റ് ഒന്ന് കഴുകി വാരി മാത്രം മതി. നമ്മളിവിടെ 1 കിലോ അരിയാണ് എടുത്തത്, അതായത് 3 കപ്പ് ഉണ്ടായിരുന്നു 1 കിലോ അരി. അതും പിന്നെ നമുക്കൊരു 1.25 കിലോനോളം ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് വെക്കാനായിട്ട് നമുക്ക് ആവശ്യമായി വന്നത് 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചോറും കറിയും വെക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് ടൈം കുറവാണ് ഈ പ്രഷർ കുക്കർ ബിരിയാണി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.